ബീഫ് കറി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ. അധികമൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളേ. കുറച്ച് മൈദാപ്പൊടി, പിന്നെ ലേശം അരിപ്പൊടി, പിന്നീട് ലേശം റവ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് എള്ള്. അത് കറുത്ത എള്ള് കിട്ടിയില്ല, നമുക്ക് വെള്ള എള്ളാണ് കിട്ടിയത്. അങ്ങനെ കുറച്ച് എള്ള് ഇടുന്നുണ്ട്, കറുത്ത എള്ളില്ലായിരുന്നു. പിന്നെന്താ ചേർത്തേ, പിന്നെ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ജീരകപ്പൊടി. ഇത്തിരി പഞ്ചസാര വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർക്കാവേ, പഞ്ചസാര ചേർക്കുന്നില്ല നമ്മൾ. പിന്നെ ഏലക്ക, മഞ്ഞൾപ്പൊടി ചേർത്തുന്നുണ്ട്, പിന്നെ ഏലക്കാപ്പൊടി, 2 ഏലക്കയുടെ കുരു പൊടിച്ചിടുന്നുണ്ട്. അത് നല്ലോണം കട്ടയില്ലാതെ ഇളക്കി നല്ല കുറുക്ക് പരുവത്തിലെടുക്കണം. തീരെ കട്ട പാടില്ല, നല്ലോണം ഇളക്കി കുറുക്ക് പരുവത്തിലെടുക്കുക. ജീരകപ്പൊടിയാണ് ഇട്ട് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഇളക്കി 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 എടുക്കണേ. നല്ല ടൈറ്റായിട്ട് എടുക്കണേ, ലൂസാവാൻ പാടില്ല അധികം. ടൈറ്റായിട്ട് നല്ല മാവ് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നവരണേ നമ്മൾ ഏത്തയ്ക്ക ഒരു ഏത്തയ്ക്ക 4ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ചെറിയ രീതിയിലാണ് മുറിച്ചെടുക്കുക. നമ്മൾ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ വില കൂടുതലുണ്ട്, തവിടെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കൽ. അതാണ് ഈ ഒരു കളറ്. നമ്മളൊരു 2-3 ഏത്തയ്ക്കാണ് എടുക്കുന്നത്, അത്ര എടുക്കുന്നുള്ളൂ. ഇതൊരു 4 കഷ്ണമായിട്ട് നമ്മൾ കഷ്ണിക്കുന്നുണ്ട്. ചെറുതായിട്ട് ആദ്യം 2ആയിട്ട് മുറിക്കും, അത് പിന്നെ ഒന്നും കൂടിയിട്ട് നീളത്തിൽ 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ അതൊന്നും കൂടിയിട്ട് കണ്ടോ. അന്നേരം ഒരു ഏത്തയ്ക്കന്ന് 4 പീസ് ഏത്തയ്ക്കാപ്പം കിട്ടും, അഥവാ പഴംപൊരി കിട്ടും. പിന്നെ ഇപ്പോൾ അത് നല്ല രീതിയിൽ എണ്ണ ചൂടായതിന് ശേഷം മാവിൽ മുക്കി നല്ലോണം വറുത്തെടുക്കണം. പഴംപൊരിയും ബീഫും അങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് നമ്മുടെ ഏത്തപ്പഴം മാവിൽ മുക്കി മെല്ലെ ഇട്ട് കൊടുക്കണം. നമുക്ക് മൂത്ത് കഴിഞ്ഞാൽ മറിച്ചിടണം. ഇത് മുങ്ങിക്കിടക്കാനും മാത്രമുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കണില്ല, കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം, മുരിച്ചെടുക്കണം. ഈ രീതിക്ക് 2 ഭാഗം മറിച്ചിട്ട് മുരിച്ചെടുക്കണേ. എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് കോരിയെടുക്കാം. നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത്തയ്ക്കാപ്പം നമുക്ക് കോരി മാറ്റാം പാത്രത്തിലേക്ക്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഏത്തയ്ക്കാപ്പം റെഡിയായി. ഇനി ബാക്കിയും കൂടി നമുക്ക് വറുത്ത് ഇതേപോലെ എടുക്കാം. ഉണ്ടോ, ഒരു ഏത്തയ്ക്കന്ന് 4 പീസ് പഴംപൊരി കിട്ടും. അപ്പോൾ ഒരു ഏത്തയ്ക്ക 2ആയിട്ട് ആദ്യം നീളത്തിൽ മുറിക്കുക, പിന്നെ വട്ടത്തിലൊന്നും കൂടി, അപ്പോൾ 4 പീസ് കിട്ടും ഒരു ഏത്തയ്ക്കന്ന്.
ഓക്കെ. അപ്പോൾ നമ്മുടെ പഴംപൊരി ആദ്യത്തെ ഘട്ടം റെഡി ആയിരിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം അടുപ്പിൽ റെഡിയാകുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഘട്ടവും റെഡിയായി. അതും കോരി മാറ്റാം. കേട്ടോ, നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് പഴംപൊരി. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറി ആയിട്ടൊന്ന് കഴിച്ച് നോക്കാവേ. കുറച്ച് ബീഫ് കായിട്ട് വെച്ച ബീഫാണ്, കായും പച്ചക്കായിട്ട് വെച്ച ബീഫാണ്. കുറച്ച് പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം.